ഹലോ കൂട്ടുകാരെ, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല മധുരമുള്ള ഒരു ഫ്രൂട്ട് കേക്കിൻ്റെ റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അത്ര ടേസ്റ്റാണ്. ഒരു നല്ല പഴുത്ത പൈനാപ്പിൾ കുഞ്ഞു കുഞ്ഞായിട്ട് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു പാത്രത്തിൽ അതിട്ടതിന് ശേഷം 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1/2 കപ്പ് വെള്ളവും ചേർത്ത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം അടച്ചു വെച്ച് വേവിക്കുക. ഓക്കെ, തീ സിമ്മിലോട്ട് ഇടുക. അതിനുശേഷം 1/4 കപ്പ് പഞ്ചസാര അളന്ന് അത് മിക്സിയിൽ പൊടിച്ച് വെക്കണം. അതിനുശേഷം മൈദാമാവ് എടുക്കണം. മൈദാമാവും കാൽ ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ ഉപ്പ്. ഞാനിങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ തെറ്റാതിരിക്കാനാണ്. 1/4 ടീസ്പൂൺ ഉപ്പ്, അതുപോലെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. ഇത്രയും ഇട്ട് നന്നായിട്ട് അരിച്ചെടുക്കണം. അതായത് നമ്മൾ ഈ അരിക്കുമ്പോഴത്തേക്കും ഒത്തിരി അങ്ങ് ഹൈറ്റിൽ വെച്ച് ഇങ്ങനെ നന്നായിട്ട് കുടഞ്ഞ് അരിക്കണം. അപ്പോഴാണ് എയറുമായിട്ട് സെറ്റായി നല്ല സോഫ്റ്റ് ആകത്തുള്ളൂ. ഓക്കെ, ഇതൊക്കെ ടിപ്പുകളാണ്. കേക്ക് നല്ല സോഫ്റ്റ് കേക്ക് ഉണ്ടാക്കാനുള്ള ടിപ്പുകളാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ 3 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ബീറ്റ് ചെയ്ത് എടുക്കണം. നന്നായിട്ട് ബീറ്റ് ചെയ്ത് എടുക്കണം എന്ന് പറഞ്ഞാൽ അത് ഒത്തിരി അങ്ങ് ബീറ്റാവരുത്, ചൂടാവരുത്. ചെറിയ ഇതിലിട്ടിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ഇതെല്ലാം കേക്കിൻ്റെ ആ ഒരു സോഫ്റ്റ്നെസ്സിനുള്ള വഴികളാണ്. അത് കഴിഞ്ഞിട്ട് ഈ ഒരു ഇതാവുമ്പോഴത്തേക്കും നമുക്കതിനകത്ത് 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് 1 ടീസ്പൂൺ വാനില എസൻസ് തന്നെ ഒഴിക്കണമെങ്കിലേ ആ എഗ്ഗിൻ്റെ സ്മെല്ല് മാറത്തുള്ളൂ. അതിനുശേഷം നന്നായിട്ട് ഒരു ക്രീമി ടെക്സ്ചർ കിട്ടുന്ന രീതിയിൽ നമ്മൾ ചെറുതായിട്ട് ബീറ്റ് ചെയ്ത് ഒരേ പൊസിഷനിൽ തന്നെ ബീറ്റ് ചെയ്തെടുക്കണം. ആ എയറുമായിട്ട് നന്നായിട്ട് നമ്മൾ ഉഴുന്നുവടയൊക്കെ ഉണ്ടാക്കത്തില്ലേ, അതുപോലെ നമ്മൾ നന്നായിട്ട് ആ ഒരേ ലെവലിൽ ബീറ്റ് ചെയ്ത് നമ്മൾ ഒരിക്കലും അതിന് എന്താ പറയുക ഹാർഷായിട്ടൊന്നും വേദനിപ്പിക്കരുത്. കുത്തി പൊട്ടിച്ച് അങ്ങനെയുള്ളത് സോഫ്റ്റായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം ഞാൻ കുറേ വീഡിയോസ് ഇതിനകത്ത് മിസ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർക്കുന്നത് എനിക്ക് കിട്ടിയിട്ടില്ല. അതുപോലെ 2 ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ചിട്ട് നമ്മൾ ഒന്നുകൂടെ ബീറ്റ് ചെയ്യേണ്ടതുണ്ട്. അതൊന്നും എനിക്ക് വീഡിയോയിൽ കിട്ടില്ല. ഞാൻ തന്നെയാണ് ഈ വീഡിയോ എടുക്കുന്നത്, പറയുന്നത്, എല്ലാം കൂടെ ആകുമ്പോൾ എനിക്ക് അത് വിട്ടുപോയതാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊക്കെ ചെയ്യേണ്ടതുണ്ട്. അതൊന്നും വീഡിയോയിൽ കിട്ടാത്തതാണ്. എന്നിട്ട് നമ്മൾ നേരത്തെ അരിച്ച് വെച്ചിരുന്ന ആ ഒരു മൈദാമാവിൻ്റെ കൂട്ടെടുത്തിട്ട് കുറച്ചായിട്ട് ഒഴിച്ച് നന്നായിട്ട് ഈ തടി വെച്ച് തന്നെ ബ്ലെൻഡ് ചെയ്ത് പതുക്കതാ ഈ കറക്കുന്നത് കണ്ടോ, ഇതുപോലെ ബ്ലെൻഡ് ചെയ്ത് എടുക്കാനേ പാടുള്ളൂ. കുറച്ച് സമയം എടുത്ത് തന്നെ ചെയ്യണം. അത് ഒരേ പൊസിഷനിൽ തന്നെ നമ്മൾ ഈ ബ്ലെൻഡ് ചെയ്ത് നല്ല ഹാപ്പിയായിട്ട് എൻജോയ് ചെയ്ത് പാട്ടൊക്കെ ഇട്ട് ചെയ്യണം കേട്ടോ. അല്ലാതെ ഈ നമ്മൾ ഹറിബറിയായിട്ട് ചെയ്യരുത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് കിട്ടാനുള്ള ടിപ്പുകളാണ്. അത് കഴിഞ്ഞിട്ട് എല്ലാം ബ്ലെൻഡ് ചെയ്തതിന് ശേഷം 3-4 പ്രാവശ്യമായിട്ടാണ് ആ ഡ്രൈ ഇൻഗ്രീഡിയൻസ് വെറ്റ് ഇൻഗ്രീഡിയൻസിലോട്ട് ചേർത്ത് ബ്ലെൻഡ് ചെയ്യാനുള്ളത്. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് നമ്മൾ ഒരു ടീസ്പൂൺ വിനാഗിരിയും കൂടെ ചേർത്തിട്ടാണ് നമ്മളത് ബ്ലെൻഡ് ചെയ്തെടുത്തത്. ഓക്കെ, നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തതിന് ശേഷം നമ്മളൊരു ഗ്രീസ് ചെയ്ത് വെച്ച ഒരു ട്രെയിനകത്ത് ബട്ടർ പേപ്പർ, അത് ബാക്കിയുള്ളതെല്ലാം നിങ്ങൾക്ക് അറിയാം. ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട എല്ലാവരുടെ വീഡിയോസിലും ഇതൊക്കെ ഉള്ളതാണ്. അത് ടാപ്പ് ചെയ്യണതും ബബിൾസ് കളയണതും ഒരു 10-15 പ്രാവശ്യമെങ്കിലും ടാപ്പ് ചെയ്യണമെങ്കിൽ കറക്റ്റ് അതിനകത്ത് ഫുൾ ആ ഒരു ബബിളൊക്കെ പുറത്ത് പോയിട്ട് നന്നായിട്ട് ബേക്ക് ചെയ്ത് വരുള്ളൂ. ബേക്കിംഗ് ടൈമും എങ്ങനെയാണ് എല്ലാ വീഡിയോസിലും ഉണ്ട്. അതെല്ലാം നിങ്ങൾക്ക് അറിയാം. എനിക്കൊരു 15 മിനിറ്റേ വേണ്ടി വന്നുള്ളൂ കേട്ടോ ഇത് ബേക്ക് ചെയ്തെടുക്കാനായിട്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ആ പൈനാപ്പിൾ വേവിച്ച് വെച്ച ആ ജ്യൂസ് ഉണ്ടല്ലോ, അതും കൂടെ ഒഴിച്ചിട്ടാണ് ഒരു 1/2 കപ്പ് പഞ്ചസാര ഇട്ട് പിന്നെ കുറച്ച് 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ
ഈ സിറപ്പ്, ഷുഗർ സിറപ്പ്, അതെല്ലാം നിങ്ങൾക്കറിയാം ഷുഗർ സിറപ്പ് ഉണ്ടാക്കുന്നതല്ല. നമ്മൾ ഈ ബ്ലെൻഡ് ചെയ്യണതും ഈ അരിച്ചെടുക്കണതും എല്ലാമാണ് കേക്കിൻ്റെ സ്ട്രക്ചർ നന്നായിട്ട് സോഫ്റ്റായിട്ട് വരാൻ. പിന്നെ ഈ ഷുഗർ സിറപ്പ് ഉറപ്പായിട്ട് നിങ്ങൾ ചേർക്കണം. അത് ഭയങ്കര ടേസ്റ്റ് കൊടുക്കും. ഷുഗർ സിറപ്പ് ഓവർഫ്ലോ ആയിട്ട് ഒഴിക്കുകയൊന്നും ചെയ്യരുത്, പക്ഷേ ഷുഗർ സിറപ്പ് മസ്റ്റായിട്ട് ഒഴിക്കണം. ഓക്കെ, അപ്പോൾ അതിനകത്ത് ഞാൻ പൈനാപ്പിളിൻ്റെ കുറച്ച് എസൻസും ചേർത്തു, പൈനാപ്പിൾ വേവിച്ച വെള്ളവും ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ കേക്ക് നന്നായിട്ട് സോക്ക് ചെയ്തെടുത്തു. പിന്നെ സെറ്റ് ചെയ്യുന്നതൊന്നും ഞാൻ കാണിക്കുന്നില്ല, കാരണം അതെല്ലാവർക്കും അറിയാവുന്നതായതുകൊണ്ട് ഞാൻ കാണിക്കുന്നില്ല. ഇങ്ങനെയാണ് എൻ്റെ മനോധർമ്മം അനുസരിച്ച് ഞാൻ ഫ്രൂട്ട്സ് അലങ്കരിച്ച് വെച്ചത്. ഓക്കെ, ചെറിയും അതിനകത്ത് ആപ്പിൾ ഉണ്ടായിരുന്നു, പിന്നെ പൈനാപ്പിൾ ഉണ്ടായിരുന്നു, പിന്നെ നിങ്ങളെ കയ്യിൽ എന്തൊക്കെയാണോ ഫ്രൂട്ട്സ് ഉള്ളത് അതെല്ലാം ചേർക്കാം. ഞാനത് ടോപ്പിങ്ങിൽ കുറച്ച് വേവിച്ച പൈനാപ്പിൾ കുറച്ച് അരച്ച് ജാമ് പോലെ ആക്കിയിട്ട് ഇതിൻ്റെ മുകളിൽ ഞാൻ ഡെക്കറേഷന് വേണ്ടി ഒഴിച്ചിട്ടുണ്ട്. അതിൻ്റെ മണ്ടയിലാണ് ഞാൻ ഈ ഫ്രൂട്ട്സ് എല്ലാം നിരത്തിയിരിക്കും. അതെല്ലാം നിങ്ങളുടെ ഇഷ്ടം പോലെ എന്ത് ഫ്രൂട്ട്സ് ഇട്ടാലും ടേസ്റ്റാണ്, ഒരു രക്ഷയില്ല. കേക്കിൻ്റെ ബേസ് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പം ഞാൻ എല്ലാം വിശദമായി തന്നെ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ മിസ് ചെയ്ത് പോയത് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുന്നതാണ്. 3/4 കപ്പ് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചത്. ഓയിൽ ഒഴിച്ചിട്ട് ഒത്തിരി നേരം ബീറ്റ് ചെയ്ത് ഇരിക്കരുത്, ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്യാനേ ഒന്ന് ജസ്റ്റ് ഒന്ന് ആക്കാനേ പാടുള്ളൂ. അപ്പം നല്ല സോഫ്റ്റാണ് ഈ കേക്ക്. ഒരു അരമണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചിട്ട് കഴിക്കുക, അല്ലെങ്കിൽ ഇന്ന് ഉണ്ടാക്കി നാളെ എടുത്ത് കഴിക്കുകയാണെങ്കിൽ ഏറ്റവും ടേസ്റ്റ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.